പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ ഭിത്തി ഇടിഞ്ഞ് സഹോദരങ്ങൾ മരിച്ചതിൽ ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. കൃത്യസമയത്ത് അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു വാഹനം ലഭിച്ചിരുന്നുവെങ്കിൽ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നായിരുന്നു കുട്ടിയുടെ അമ്മ ദേവി പറഞ്ഞത്. പ്രൊമോട്ടറെയും പഞ്ചായത്ത് അംഗത്തെയും വിളിച്ചിട്ടും പ്രതികരണമുണ്ടായില്ലെന്നും പരാതിയുണ്ട്. ഈ ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷും പറഞ്ഞു. ഇന്നലെ വൈകിട്ടാണ് അട്ടപ്പാടിയിൽ 7ഉം 4ഉം വയസ്സായ സഹോദരങ്ങൾ വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീണ് മരിച്ചത്. കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അപകടം. ശബ്ദം കേട്ട് ഓടിയെത്തിയ കുട്ടിയുടെ അമ്മയും ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിനായി പ്രൊമോട്ടറെയും പഞ്ചായത്ത് അംഗത്തെയും മാറി മാറി വിളിച്ചെന്നും എന്നാൽ ഇരുവരും പ്രതികരിച്ചില്ലെന്നും കുടുംബം പറയുന്നു. വീണതും ഞങ്ങൾ വണ്ടി വിളിച്ചായിരുന്നു, പക്ഷേ ഏത് വണ്ടി കിട്ടിയിട്ടില്ല. റേഞ്ചും ഇല്ല ഈ ഭാഗത്ത്. റേഞ്ചുകാരനെ കൊണ്ട് കുറേ വട്ടം വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ അസർപേട്ടനെ വിളിച്ചപ്പോൾ ഏട്ടായി പറഞ്ഞു ഞാൻ 2 വണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എത്തിക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ ഒരു ബൈക്ക് ഒരു സ്കൂട്ടിലാണ് കൊണ്ടുപോയി, 4 പേര് കൊണ്ടുപോയി. വാഹനം ലഭിക്കാത്തതിനാൽ സ്കൂട്ടറിലാണ് കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഗുരുതരമായി പരിക്കേറ്റ രക്തത്തിൽ കുളിച്ച കുട്ടികളുമായി 8 കിലോമീറ്റർ യാത്ര ചെയ്താണ് കൽക്കണ്ടിയിലെ സ്വകാര്യ ക്ലിനിക്കിലെത്തിയത്. അപ്പോഴേക്കും 1 മണിക്കൂർ പിന്നിട്ടിരുന്നു. അവിടെ നിന്ന് വനംവകുപ്പിന്റെ ജീപ്പിൽ കോട്ടത്തറ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അനിയന്മാര് ബൈക്കും പിന്നെ ഏട്ടൻ്റെ ബൈക്കും ഏട്ടന്മാര് അങ്ങനെ കൊണ്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അവർ ബൈക്കിൽ വിട്ടു. ഞങ്ങൾ വലിയവനൊക്കെ അനക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ ശ്വാസമൊക്കെ വിടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ വായൊക്കെ അനക്കുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും. പാതി വഴിയിൽ നിർമ്മാണം നിലച്ച ITDP വീടുകളാണ് അപകടത്തിനിടയാക്കിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതിദരിദ്രർ ഇല്ലെന്ന് പറയുന്ന മന്ത്രിമാർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഗവൺമെന്റ് പറയുന്നത് ഇപ്പൊ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് ഒന്ന് പോയി കാണാൻ പറയാം മന്ത്രിമാരോട്. അവിടുത്തെ സ്ഥിതി കേരളത്തിൽ 1,16,000 ആദിവാസി കുടുംബങ്ങളുണ്ട്. അതിൽ അതീവ ദരിദ്രരുടെ പട്ടികയിൽ 6,400 പേരേ ഉള്ളൂ. കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയുമായി കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊരു ആക്സസ് പോലും ഇല്ല. വാഹനം ലഭിക്കാതിരുന്നതും വീടുകളുടെ പ്രശ്നവും പരിശോധിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ഇതിപ്പോ ITDPയുടെ വീടാണോ തകർന്നു വീണത്? അങ്ങനെ അത്തരം കാര്യം അത് വളരെ അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കും. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ, ജീർണിച്ച കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് മലയാളം, പാലക്കാട്.